ടി.പി. ചന്ദ്രശേഖരൻ ഷുഹൈബ് വധങ്ങൾ വിപ്ലവമല്ല വൈകൃതമെന്ന് പാർട്ടി വിട്ട കണ്ണൂരിലെ ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസ്. പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ മറുപടിയുമായി എത്തിയത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു ചൂണ്ടിക്കാട്ടി. സജോ ദേവസ്യരിയാണ്. സജോ, അതാ മനു തോമസ് പറയുന്നു, ഒഞ്ചിയവും ഇടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടല് നിവൃത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നായാലും കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കും, അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ എന്ന് വിളിച്ച പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. മനു തോമസ് അങ്ങനെ പേടിക്കാത്ത കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. സജോ, ഹാഷ്മി, മനു തോമസ് രണ്ടും കൽപ്പിച്ചാണ്. പാർട്ടി വിട്ടതിന് പിന്നാലെ അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പി ജയരാജൻ മാത്രമാണ് രൂക്ഷഭാഷയിൽ മറുപടിയുമായി രംഗത്ത് വന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിന് മനു തോമസ് മറുപടി എഴുതി പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചു. പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ പക്ഷേ മറുപടിയുമായി രംഗത്ത് വന്നത്, അല്ലെങ്കിൽ ഭീഷണിയുമായി കൊലവിളിയുമായി രംഗത്ത് വന്നത് ചില സ്വർണ്ണക്കടത്ത് കേസുകളിലൊക്കെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, കൊലക്കേസ് പ്രതികൾ, അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങൾ എന്ന ആരോപണം നേരിടുന്ന ആളുകളാണ്. അതിനാണ് മനു തോമസ് പറയുന്നത്, പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ ഭീഷണിയുമായി വരുന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയയാണ്. അങ്ങനെയുള്ള കൊലവിളിക്ക് മുന്നിൽ അവരങ്ങനെ കൊലവിളിയുമായി വരുന്നതിൽ ആശ്ചര്യപ്പെടുന്നില്ല. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പാർട്ടി നേതൃത്വം മറുപടി പറയട്ടെ. ഈ കൊലവിളി നടത്തിയ സംഘങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നടത്തിയ പ്രതിരോധത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രമല്ല, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് വധക്കേസും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അവ വിപ്ലവമല്ല വൈകൃതമായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്നില്ല, നട്ടെല്ല് നിവർത്തി നിന്ന് സമരം ചെയ്യണം, അതിനിടയിൽ ഒറ്റയ്ക്കായാലും സംഘടനയുടെ ഭാഗമായാലും. ഇതൊക്കെ വിപ്ലവമല്ല വൈകൃതമാണ്, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊരു ടോണുണ്ട്. അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്, അത് വെറുതെ കുത്തി പറയിപ്പിക്കരുത് എന്നുകൂടിയാണ് അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അർത്ഥം, അല്ലേ സജോ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ CPIM-ന്റെ ജില്ലയിലെ പല നേതാക്കളും ഇനി വിവാദം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് വിരുദ്ധമായ ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതായത് മനു തോമസിനെതിരെ ജില്ലാ സെക്രട്ടറി അടക്കം അദ്ദേഹം പാർട്ടി വിട്ട് സ്വയം പുറത്തുപോയ ആളാണ്, പരാതി അന്വേഷിച്ചിരുന്നു, അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി എന്നൊക്കെയുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയത്. അതിനപ്പുറത്തേക്ക് മനുവിനെ കടന്നാക്രമിക്കാൻ ഏതെങ്കിലും ഒരു ശ്രമം പാർട്ടി യഥാർത്ഥത്തിൽ പി ജയരാജൻ ഒഴികെയുള്ള നേതാക്കൾ ഔദ്യോഗികമായി ശ്രമിച്ചിട്ടില്ല എന്നതിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് ഗുണം ചെയ്യില്ല എന്ന നിലപാടുമാണ് അവർക്കുള്ളത്. ഇതിനിടെ മനുവിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഗുണകരമായിരിക്കില്ല എന്ന അഭിപ്രായം അവർക്കുണ്ട്. പക്ഷേ ആദ്യം പി ജയരാജൻ തുടങ്ങി വെച്ചു, പിന്നീട് പി ജെയുടെ പഴയ അണികൾ, അല്ലെങ്കിൽ ഇപ്പോഴും പി ജെയുടെ അണികൾ എന്നൊക്കെ അവകാശപ്പെടുന്നവർ, പി ജെ ആർമിയുടെ ഭാഗമായിരുന്നവർ, ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി, എന്തിന് പരോളിൽ കഴിയുന്ന ടി.പി. വധക്കേസ് പ്രതി മുഹമ്മദ് ഷാഫി വരെ ഉള്ള ആളുകൾ, അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി, അങ്ങനെയുള്ള വിവിധ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ, ആരോപണ വിധേയരായിട്ടുള്ളവരൊക്കെയാണ് പ്രതിരോധമായി, ഭീഷണിയായി സമൂഹ മാധ്യമങ്ങളിൽ, പേജുകളിൽ, വ്യാജ അക്കൗണ്ടുകളിൽ, നേരിട്ടുള്ള അക്കൗണ്ടുകളിലൊക്കെ വന്നത്. അതിനാണ് മറുപടി. അതുകൊണ്ട് ഇവരെയൊന്നും, ഇത്തരം ആളുകളുടെ ഭീഷണിയൊന്നും ഭയപ്പെടില്ല എന്നാണ് മനു തോമസ് പറയുന്നത്. ഷാഫി കൊമേരി പറയുകയാണ്, കൊലയാളികൾ വരിക നല്ല മൂർച്ചയുള്ള വടിവാളുമായല്ലേ, അപ്പോൾ മനു പേടിക്കണം ഹാഷ്മി എന്ന് പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതേ ടെറൈനിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ലേ മനു, അത് മനു ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നേ.